കഴിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ് ഈ ഓണം കഴിഞ്ഞ് വാക്ക് പറയാം കേട്ടാ. ഈ ഓണം കഴിച്ചോട്ടെ. വെള്ളം എടുത്തിട്ടടിക്കാൻ ആ ഒരു കുഞ്ഞ് ബോട്ട് പോയതാ കേട്ടോ. ഇത് അവിടെ മൊത്തം ഉരുവീണ കണ്ടാടാ. പഴയ കടകളൊക്കെ കിടന്നതിൻ്റെ ഒന്നു. അതെ അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം നമ്മളെ വലഞ്ഞിൽ ചൂണ്ടയിടുന്നവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്താ അമൽ ബ്രോ വാളയ്ക്ക് വേണ്ടി അടിച്ചോണ്ടിരിക്കുക, സ്പൂൺ അടിക്കുക. അപ്പോൾ നമ്മൾ വലഞ്ഞിലിന് വേണ്ടി, വലഞ്ഞിൽ ചിലപ്പോൾ മഞ്ഞക്കൂരയും പിടിക്കും. വലഞ്ഞിലും മഞ്ഞക്കൂരയും പിടിക്കും എന്ന് പറയാനായിട്ട് നമ്മളെ ചെമ്മീനായിടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ വേറെ മറ്റുള്ള മീൻ എന്തെങ്കിലും പിടിക്കണമെങ്കിൽ വേറെ തീറ്റി കിടണം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇടുന്നതുകൊണ്ട് വലഞ്ഞിലും മഞ്ഞക്കൂരി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ കടകൾ വരെ ആയിരിക്കും നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ ചൂണ്ടയെല്ലാം നമ്മൾ കെട്ടിക്കൊണ്ട് വന്നു. പക്ഷെ നമ്മൾ വള്ളി വലിക്കണം. ഈ മഞ്ഞച്ചരടിയിലാണ് ഉടക്കിയ അതിൽ ഒരു വാള അടിക്കട്ട നമ്മൾ ബ്രോ. ആണോ? ചാക്കെങ്കിൽ ചാക്ക് വലിച്ച് കരക്കൂട്ടിടാം. നമ്മളെ ഒരു 4-4 അടി പൊക്കത്തിൽ ഇതൊന്ന് കെട്ടുവാട്ടെ. ചെറുക്കാന് വീട്ടിൽ എല്ലാവർക്കും പനിയാടാ. അതാണ് അണ്ണം പറയുന്നത്. ഇത് നമ്മൾ ഇത് നമ്മൾ ഇവിടോട്ട് താത്ത് വെക്കും. അപ്പം നമ്മൾ ഇത്ര ഒന്നിനും താത്ത് വെക്കും. അപ്പം ഈ ലെവലായിരിക്കും ചരട് പോകണം. നിലത്തുനിന്ന് ഈ പൊക്കത്തിലായിരിക്കും ചരട് പോകണത്. അപ്പം ഇവിടെയായിട്ട് നമ്മൾ താക്കുവാട്ടെ. നമ്മളെ പിന്നെ വള്ളിച്ചൂണ്ടൊന്നും കെട്ടി പരിചയമില്ല കേട്ടോ നമുക്ക്. നമ്മളിത് ഇപ്പം ഏകദേശം ഒരു വലിപ്പമുള്ളൊരു ചൂണ്ട ചേർത്തോട്ട് കുറേ ചരടും കെട്ടി നമ്മൾ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 10-17 ചൂണ്ടയുണ്ടെന്ന് തോന്നുന്നു. ഇത് സത്യം പറഞ്ഞാലേ ഈ കൊളുത്ത് വലിയ കൊളുത്താണെങ്കിൽ 5 രൂപയേ ഉള്ളൂ. 5 രൂപയെന്ന് കേട്ടപ്പം ചാടിക്കയറി അങ്ങ് എടുത്തി. ഇതിൻ്റെ ചെറിയ കൊളുത്ത് മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇനി വല്ല കൂരുവളക്ക് ഇടണമെങ്കിലും നമുക്ക് സെറ്റപ്പായിട്ട് ഇടാം. ഇടനാക്ക് കുറവാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ചൂണ്ടയിട്ട് വലിയ പരിചയമില്ല. അപ്പം നമ്മൾ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചെറുക്കപ്പാടണം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം കൂർത്തിട്ടിട്ട് പോയാൽ രാവിലെ ആയാലും വന്ന് നോക്കി 1-2 വലഞ്ഞിൽ കിട്ടിയാലും നമുക്ക് ആർക്കെങ്കിലും 100-500 രൂപ കൊടുക്കാം. നമ്മുടെ കുട്ടനാട് ഏരിയയിലൊക്കെ ഈ കടകളുടെ അടിയിൽ ഈ അടിച്ചവറിൻ്റെ അടിയിലൊക്കെയാണ് കേട്ടോ ഈ വലഞ്ഞിലിരിക്കുന്ന സാധാരണ. അതാണ് നമ്മൾ ഈ കടകളും ആ കടകളും ലക്ഷ്യമാക്കി വന്നത്. നമ്മളിപ്പോൾ ചൂണ്ട എല്ലായിട്ടാണ് വന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒന്നിനെ അറിഞ്ഞ് പിടിക്കണമെന്നും പറഞ്ഞു. നമ്മൾ ബ്രോ ഒരു 3 മീറ്റർ ആയില്ലേ, നമുക്ക് ഇവിടെ ഒരെണ്ണം കൊടുക്കാം. ഇവിടെ ഒരെണ്ണം കൊടുക്കാം. നമ്മളൊരു 3 മീറ്റർ അകലം നമ്മൾ കൊടുത്തേക്കുക കേട്ടോ. മടലില്ലേ നമ്മുടെ സ്റ്റാൻഡ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പം നമ്മുടെ ചാടാനായിട്ട് നമ്മൾ സ്പാൻഡും കൂടെ ഇട്ടിട്ടുണ്ടേ. താന്നട താന്ന് അത് താന്നപ്പൊന്നില്ലേ നമ്മൾ ബ്രോ. ഒരു ചൂണ്ടത് ഇവിടെ കെട്ടിയേക്കാം, കെട്ടിട്ട് വിടാം. ചൂണ്ട അപ്പോഴേ ഒരു കാര്യം പറയാൻ മറന്നു പോയി കേട്ടാ. നമ്മൾ നാളെ പണിയുണ്ടെങ്കിൽ നാളെ രാവിലെ പൊക്കത്തില്ല. നമ്മൾ പണിക്ക് പോകാൻ പറ്റിയ സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വള്ളിച്ചുണ്ട് പൊക്കി കാണിക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ പൊക്കത്തില്ല. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് പോകും. അപ്പുറത്തൊരു പാടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ഒരു വാരാലും മുട്ടുകാർ
കണ്ടായിരുന്നു. വരാനൊക്കെ ഉണ്ടെങ്കിൽ കയറി കിടക്കണ്ട ഇങ്ങനെയുള്ള സ്ഥലത്ത്. ഇവിടെ ആയിട്ട് എന്തോ താണ പോലെ തോന്നി കേട്ടോ. ഇത് വരാക്കണ്ണനല്ല, ഇവിടെ വേറെന്തോ വലുതായിട്ട് താണ പോലെ തോന്നിയായിരുന്നു. എന്നാണ് കാണിക്കുന്നത് നീ? എന്നാ നീ കാണിക്കുന്നത്? നീ എന്തുവാ കാണിക്കുന്നു? നീ എന്നാ കാണിക്കുന്നു? അത് അവിടിട്ടാണോ പൊട്ടിക്കുന്ന? അതെല്ലാം അവിടിട്ട് പൊട്ടിച്ച് ഇപ്പം ആരെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഒന്ന് ചാല് കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ മീൻ പിടിക്കാനാണെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? അതേ കണക്കില്ല, അതെല്ലാം പൊട്ടിച്ച് അവിടെ ഇടുക. അതെല്ലാം അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒന്നാ റോഡ് സൈഡിലെ ചാലുകളിലൊന്നും നമുക്ക് തപ്പാൻ പറ്റത്തില്ല. അതേ കണക്ക് കുപ്പിച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് പൊട്ടിച്ച് കൂട്ടിയിടുക. നമ്മൾ അവിടെ ഇവിടെ എല്ലായിടവും തപ്പി നോക്കി കേട്ടോ. എല്ലായിടവും തപ്പി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. അപ്പം നമ്മളിനിയിപ്പം ഈ റോഡിനപ്പുറം ഒന്ന് തപ്പി നോക്കാൻ പോയി. ഇത് കണ്ട വെള്ളമെല്ലാം തെളിഞ്ഞ് കിടക്കുക. കുറേ ചെമ്പല്ലി പൂഞ്ഞല്ലാതെ വേറെ ഒന്നും നമുക്ക് കണ്ടില്ല. ഞാൻ അങ്ങ് വരെയൊക്കെ നടന്നു നോക്കിയത്. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറ സൈഡിലേക്ക്, അപ്പുറം ഒന്ന് രണ്ട് ചെറിയ ചാലുണ്ട്. ആ ചാലം നിർത്തണം. അപ്പം വല വെക്കാനുള്ള കോളില്ല. ഈ വലയെ ഒന്ന് അപ്പുറത്തിടണം. ഓക്കെ, നടക്കട്ടെ. ഇല്ല, ഒന്നും കണ്ടില്ല. ആ പറക്കുഴിയിൽ എന്തെങ്കിലും ഉള്ളത് പറക്കുഴി വരും. അത് ബാവുമൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ. ഒരു കൊച്ചേട്ടനും ജോൺസണൊക്കെ പറക്കുഴി നോക്കുന്നു. ഒന്നോട്ടുള്ള അവിടെ വരുന്നില്ല. ഈ ചാലിലൊന്നും ഒന്നും കണ്ടില്ല. ഞാനെന്നാലേ നമ്മുടെ സുന്ദരാണൻ്റെ ചാല് നികന്ന് അതും ഇത് ഈ തൂമ്പും കൂടി ഒന്ന് നോക്കാന്ന് വെച്ചു. ചെമ്പല്ലി പൊടിയാണോ കാണുന്നത്? നമ്മൾ ഇവിടെ ഒന്ന് തപ്പി നോക്കുവാണ്. പൊങ്ങിപ്പോയി കുഴി. എന്നാലും നമ്മളൊന്ന് നോക്കുക. ചിലപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് കിട്ടും. വെള്ളമില്ലാതായിപ്പോ ഇവിടെ എല്ലാം. അയ്യോ, ഇന്നത്തെ ഓർമ്മ ഇടിച്ചായിരുന്നു പോലെ തോന്നും. കല്ല് കമ്പും. ഇത് അഴുക്ക് വെള്ളമല്ല കേട്ടോ, ഇത് ഈ ചെളി കലങ്ങുന്നത്. അതെല്ലാവരും എന്തൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അഴുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. ഇത് കുട്ടനാട്ടിൽ നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങിയാലും ഇതേ കണക്ക് ചെളി കലങ്ങും. കട്ടപ്പുളകനായിരുന്നു, അത് കാര്യമായിരുന്നു. എന്തോർണം കാര്യമാണ് കേട്ടോ, കാര്യമാണ്. പക്ഷെ ഒരു വശമില്ലാതെ
പശുവില്ലാതെ പിടിച്ചത്. ഓ, നല്ല കാര്യമായിരുന്നു. അതിങ്ങോട്ടങ്ങനെ മാറി. ഇങ്ങോട്ടങ്ങനെ മാറിയത് ചെമ്പല്ലി. ചെമ്പല്ലി കുഞ്ഞ് പോകുന്നുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് ഒരു കാരി പോയിട്ടുണ്ട്. ഒരു ചെമ്പല്ലി നമുക്കിപ്പം കിട്ടിയ. ആ കാരിനെ പിടിച്ചോണ്ട് നമ്മൾ കരക്കോട്ട് കയറുന്നുള്ളു. കാരി ഇവിടെ മുട്ടിയേ. ഇങ്ങോട്ട് മാറിയത്, ഇങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ഒരുമാതിരി വല്ല കാര്യമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് മാറി. ഇവിടെ എവിടെയോ ഉണ്ട്. മുന്നോട്ട് മാറിയിട്ടാണ്. ഉണ്ട് ഇവിടെ കെട്ട. അപ്പുറത്തോട്ട് എന്തോ കുറേ നിരച്ച് കയറി. ഇതുവഴി എന്തോ നിരച്ച് കയറുന്ന ഞാൻ കണ്ടതാ. ആ, വരാലി 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 നോക്കണം. ഈ തൂമിൻ്റെ അകത്തൊരു വരാറുണ്ട്. അപ്പം നമ്മളിവിടെ ചവറ് വെച്ച് അങ്ങോട്ട് തള്ളുക. വേണ്ട 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 വേണ്ട. ഓ, അത് ഇവിടം വരെ വന്നായിരുന്നു. നമ്മളത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. മണ്ടൻ. ഇവിടെ മുട്ടി. ഇവിടെ മുട്ടി. പക്ഷെ അതിനെ എടുക്കാൻ പാടാകട്ടെ. ഇവിടെ ഉണ്ട്. അപ്പം അവനെ കിട്ടി. അവനെ കിട്ടി. ഇനിയിപ്പം ഒന്ന് നോക്കട്ടെ. നമ്മൾ ഈ നടത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഇവിടെ വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് തപ്പിക്കിട്ട് മീനാണ് കേട്ടോ. ഈ ഒരു കാര്യം, ആ ഒരു വരാല്, ആ ഒരു ചെമ്പല്ലി. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു, വള്ളിച്ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വള്ളിച്ചൂണ്ടയുടെ പരിപാടിയൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. ആദ്യമായിട്ടെന്ന് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ ഇട്ടൊക്കെ വലിയ ചൂണ്ടയൊക്കെ നമ്മൾ കൂരുവളക്കിടാന്നുള്ള പ്ലാനിൽ മേടിച്ചതാണ്.
പക്ഷെ അത് കൊണ്ടുവന്ന് വള്ളിച്ചുണ്ട്. അപ്പം നമ്മൾ ചെമ്മീനാണ് കോർത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാനും അമൽപ്രഭയും കൂടെ പോയി ഇട്ടു. അപ്പം ഇന്ന് രാവിലെ അപ്പുറത്ത് തപ്പാൻ പോകുന്ന കാരണം നമ്മൾ രാവിലെ വെക്കില്ല. അപ്പം ഇപ്പം ഞാൻ നോക്കാൻ പോവുക. നമ്മൾ ഈ നേരെ ചൂണ്ടിട്ടിരിക്കുന്ന കേട്ടില്ല. ആ കിടക്കുന്ന പൊങ്ങ് മുതൽ അങ്ങോട്ടില്ല, അങ്ങ് കഴുക്കുളടിച്ചിരിക്കുന്ന പറയുകയാണ് നമ്മുടെ ചൂണ്ട. അത് വല്ല ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ മേല. ഒന്നാന്തൊക്കെയാലും നമ്മളിപ്പം 3 ചൂണ്ട നമ്മളിപ്പം കവർ ചെയ്ത്. അപ്പം നമ്മുടെ ഈ കൈക്ക് എന്തോ വലിക്കുന്നുണ്ട്. ഇതേ വലിക്കുന്നുണ്ട്, കണ്ട എന്തോ ഒരെണ്ണം പിടിച്ച് കിടപ്പുണ്ട്. മഞ്ഞക്കൂരിയാണോ എന്താണെന്നറിയാൻ മേല. ചെറുതായിട്ട് ചിണുക്കിയാണ് പിടിക്കുന്നത്. ആ ഉണ്ട് 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 അവിടെ എന്തോ ഉണ്ട് കേട്ടാ. ഇത് കണ്ട, നമ്മൾ ഈ വലിയ ചൂണ്ടയായത് കാരണമാണ് നമുക്ക് ഒന്നും വീഴാത്തത്. എന്തോ ഒരെണ്ണം പിടിച്ച് കിടപ്പുണ്ട്. എവിടെയാണെന്നല്ല, എല്ലാ ചൂണ്ടയൊന്നും തീറ്റി പോയി കേട്ടാ. ഇതേണ്ട നോക്കിയ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്കങ്ങനെ ഒരു വലഞ്ഞിൽ വലിയ വലിപ്പമില്ല, ചെറുതാകട്ടെ. അതെ, നമ്മളെ ചൂണ്ടയിടലപ്പം വിജയിച്ചു കേട്ടാ. നമ്മളങ്ങനെ ചൂണ്ടയിട്ട് നമുക്ക് ശീലമില്ലാത്തതാണ്. നമുക്ക് പോയി കൈക്ക് ഇറങ്ങി ചപ്പിപ്പിടുത്തേ ഉള്ളു. പക്ഷെ ഇവനെ ഒന്ന് എങ്ങനെയാണ് അവനാകുന്ന കഴിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ ചൂണ്ട വരുത്തായതുകൊണ്ട് അവൻ പിരിച്ച് ഒരു പരുവാക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചൂണ്ട പിടിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വലിവുണ്ടായിരുന്നു. കണ്ടോ, അവൻ കുഴഞ്ഞ. നമുക്കവനെ ഇങ്ങനെ ഇവിടുന്ന് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഇവിടുന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവൻ പോത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ ഇടുവാണേ. അവിടെ കിടന്നോളും. ഇവിടെ എന്ത് പറഞ്ഞു, അയ്യോ ചത്തുപോയി കേട്ടോ. ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ചത്തുപോയി. ചുറ്റി ഒരു വരുവായതാട്ടെ. പപ്പി ഇന്ന് പോയിട്ടുള്ളത് ഇത് ഒരു വരാനും ഒരു കാര്യം, ഒരു ചെമ്പല്ലി, പിന്നെ ഈ വലഞ്ഞിലാണ് കേട്ടോ. അപ്പം ഒരെണ്ണം നമുക്ക് ഇത്രയും തന്നെ ഉള്ളായിരുന്നു ഒരെണ്ണം, അത് നമുക്ക് ചത്തുപോയായിരുന്നു. അപ്പം അപ്പയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ടാറ്റ കൊടുത്താടാ. ഇത് ചെറുതാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് വലുതാണെങ്കിലും നമുക്ക് അത് നല്ല ഗുമ്മാകത്തുള്ളൂ കേട്ടോ. ചെറിയ ടൈപ്പ് വലുതാണെങ്കിൽ നമുക്ക്
വലുതാണെങ്കിൽ നമുക്ക് 200 രൂപ വെച്ചൊക്കെ കൊടുക്കാൻ പറ്റും കിലോ. അവൻ്റെ ബഹളം കണ്ട, അവനെ കുളിക്കുന്നവരെ വെള്ളത്തിലേക്ക് ഇട്ടേക്കുക. ചൂണ്ട പൊക്കാൻ നേരത്ത് വരാന്ന് പറഞ്ഞ ആളാ. അവന്റെ പെങ്ങടെ വെച്ചാ അവൻ കുളത്തിൽ മീൻ തീറ്റയൊക്കെ ഇട്ടേക്കും വന്ന. എടാ ഇപ്പുറത്തിട എന്റെ താക്കോല് അകത്തിട്. ഓ കുഞ്ഞിന് പേടിയടാ, അത് മീനാ കേട്ടാ. കുഞ്ഞേ പേടിയുണ്ടോ? പേടിയണ്ട? വരാല് ചാടിയാടാ. വരാല് ചാടി. അതെ അതെ അതെ. കുഞ്ഞില് ആ വലഞ്ഞലിനടുത്ത് പൊക്കിക്ക്. പൊക്കി കാണിച്ചു കൊടുത്ത ചൂണ്ട പിടിച്ച് കാണിച്ചു കൊടുത്തു. ഇവിടെ നിൽക്കുന്നേ പിടിച്ചു, ഉണ്ണിയുടെ കയ്യെ പിടിച്ചു, കയ്യെ പിടിച്ചു. വേണ്ട വേണ്ട, എന്തിനാ പേടിക്കുന്നേ? നീ ചൂണ്ട വിഴുങ്ങി കളഞ്ഞില്ല പവി? പേടിക്കുന്ന എന്തിനാ? ഹായ് കൊടുത്ത്, ഹായ് കൊടുത്ത്. പേടിയാണ് കുഞ്ഞിന് പേടിയില്ലെന്ന് പറഞ്ഞ് മീമിക്ക് തീറ്റ കൊടുക്കാൻ പേടിയില്ലല്ലേ? ടാറ്റ കൊടുത്ത്, ടാറ്റ കൊടുത്ത്. അപ്പൊ ഓക്കെ, നമുക്ക് കാണാം. അപ്പം പോയിട്ടൊന്നുമില്ലായിരുന്നു. നാളെ കൂടുതൽ മീൻ കിട്ടും, അപ്പം കാണാം. ഇന്ന് പോയിട്ട് ഒന്നുമില്ല. ഞാനില്ല അപ്പുറമൊക്കെ പോയി ഒരുപാട് കിടന്നു. ആ ചെറിയ കല എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ മതിയടാ. അപ്പുറത്ത് അതിനകത്തല്ല വരാല് കിടക്കുന്നു. വരാല് ചാടി താഴെ കിടപ്പുണ്ടോ നോക്കി. കൊണ്ടോ വരാല് കടത്തില്ലേ? പോടാ, വളരെ നോക്കണം. എടാ അത് പോയി നീ ആ ഫ്രണ്ട് കളി തന്നെ നോക്കിക്കോടാ. അവിടെ അല്ല, ആ കല ഒരുക്കുന്നവിടെ തന്നെ നോക്കി. അത് വെള്ളത്തിൽ ചാടി എന്റെ ജോൺസാ അവിടെ ചെന്ന് തപ്പി വെച്ച് ഒരു വരാല് ഒരു കാര്യം ഒരു ചെമ്പല്ലി കിട്ടിയ. വരാലില്ല അല്ലേ അത്? നമ്മളെ സുഹൃത്തിന് കാല് വയ്യാതെ ഇരിക്കുവായിരുന്നു. അപ്പൊ അവന് കൊടുക്കാനാണ് വരാല് നമ്മൾ ഇട്ടോണ്ടിരുന്നത്. ആ വരാലില്ല, അത് ചാടിപ്പോയി. ചാടിപ്പോയല്ലേ? എടാ ജോൺസാ, ജോൺസാ നിങ്ങളുടെ വരാലുണ്ടോ? എടാ ജോൺസനെ വിളിച്ചിട്ട് ഇവരുടെ കയ്യിലുണ്ടെന്ന് പറ. എന്നിട്ട് ഇവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ? ആ എങ്കിൽ ജോൺസാ ഇത് അവർക്ക് വരാല് പറ. അത് വേറെ സാധനമാടാ, അത് വലഞ്ഞില്ല. നമ്മളെ സുഹൃത്തിന് വരാല് കൊടുക്കാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്ത്. അപ്പൊ ഇവര് ആ വരാല് കൊണ്ടുപോകാനായിട്ട് വന്ന ചമ്മിപ്പോയി. കാരണം ഒരു കാര്യം ആ ചെമ്പല്ലിയേ ഉള്ളു. ആ കാര്യം ചെമ്പല്ലിയും വേണമെങ്കിൽ എടുത്തു. ഞാൻ വീട്ടിൽ കൊണ്ട് വരത്തോളൂ. അതെടുത്തോ, എന്തൊക്കെയാലും ആ വരാല് പോയി. ഇനിയിപ്പം അല്ലേടാ വായ്പ അത്രേ ഉള്ളൂ. പറയുന്നത് വരാല് മേടിക്കും കേട്ടാ. വരാലേ നമ്മുടെ വേറെ ഒരു വള്ളത്തെ വരാലുണ്ട്. അപ്പോൾ അവരത് മേടിച്ചോളൂ. നമ്മുടെ അത് എങ്ങനെ ചാടിപ്പോകുന്ന, ചാടിയാലും വള്ളത്തെ കിടക്കേണ്ടതാണോ, അത് പോയി. ആ കാര്യം വരാലും
ആ വലഞ്ഞിലും എടുത്തോ കേട്ടോ. അപ്പം നമ്മളെ വരാൻ നിന്നത് ചാടിപ്പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും വീഡിയോ അപ്പോൾ അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ.